Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചികിത്സയ്ക്കായി സുമനസുകളുടെ കരുണ തേടി മേക്കാലടി സ്വദേശി. കാലടി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മേക്കാലടിയിൽ താമസിക്കുന്ന വിനുകുമാറാണ് ലിവർ സിറോസിസ് ബാധിച്ചതിനെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. കാലടി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മേക്കാലടി റേഡിയോ കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അന്നനാട്ടുമാലി വീട്ടിൽ AV വിനുകുമാറിനാണ് ലിവർ സിറോസിസ് ബാധിച്ചത്. എനിക്ക് ഇപ്പോൾ ലിവർ സിറോസിസ് വന്നിട്ട് എനിക്ക് 9 വർഷത്തോളമായി. തുടക്കത്തിലെ തന്നെ ഡോക്ടേഴ്സ് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഫണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് റെഡിയാക്കാനോ കാര്യങ്ങൾക്കോ നമുക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. ഞാനൊരു മദ്യപാനിയോ അങ്ങനെ മദ്യപിക്കുന്ന ആളായിരുന്നില്ല. എനിക്ക് പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഈ അസുഖം വന്നത് തന്നെ. എനിക്ക് എൻ്റെ കിഡ്നിയിൽ 11 mm സൈസിലുള്ള ഒരു സ്റ്റോൺ വന്നിരുന്നു. ആ സ്റ്റോണിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു മർമ്മ ചികിത്സകൻ കൂടിയാണ്. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നുമൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര ബലപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിന് വേദന വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വേദന വന്നപ്പോൾ അടുത്തുള്ള ഒരു അലോപ്പതി ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച പോലെ ഞാൻ പെയിൻ കില്ലർ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ തൊഴിൽ മിക്കവാറും വെളുപ്പിന് സമയത്തായിരിക്കും. ഒരു 4 മണി 5 മണി സമയത്ത് തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഞാനിപ്പോൾ ചികിത്സയ്ക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത്, വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. 2017 ഇയാൾക്ക് രോഗം ബാധിച്ചു തുടങ്ങിയത്. മുഴുവൻ ചികിത്സയ്ക്കായി 32 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ഭാര്യ മിനി പറഞ്ഞു. ഇപ്പം നമുക്കിപ്പോൾ ഡിസ്കിലും കൂടി ഒരു മുഴ വന്നിട്ടുണ്ട് ചേട്ടൻ. അതിപ്പോൾ ഒരു 8 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ആൾ ഭയങ്കര ശക്തമായ നടുവേദന വന്ന് ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും കൂടി വന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവർ പെട്ടെന്ന് MRI ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഡിസ്കിൽ മുഴയാണ്, ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് സർജറി തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പരിഹാരം ഡോക്ടർ, ആൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പറഞ്ഞു. അത് ലിവറിൻ്റെ സർജറി കഴിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വരും, ബ്ലീഡിംഗ് ഒക്കെ ചിലപ്പോൾ നിൽക്കാതെ വരും, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ലിവറിൻ്റെ സർജറി നമുക്ക് ആദ്യം നടത്തണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കിലെ മുഴ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 സർജറിയും നമുക്കിപ്പോൾ നിലവിൽ ആൾക്ക് ചെയ്യണം. അവർ ഇപ്പോൾ നമ്മുടെ എല്ലാ ചിലവും കൂടിയിട്ട് സർജറി മാത്രം 21 ലക്ഷം, അല്ലാതെ നമുക്കൊരു 32 ലക്ഷത്തിൻ്റെ അടുത്ത് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ആൾ അവിടെ തന്നെ താമസിക്കേണ്ടി വരും, 5-6 മാസത്തേക്ക് പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പാടില്ല ദൂരേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വേണം നമുക്ക് മറ്റേ ഡിസ്കിലെ മുഴയെ കുറിച്ച് ചെയ്യാനെന്നാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് 2 സർജറിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ നടക്കും എന്താണെന്നൊന്നും അറിയില്ല. നല്ലൊരു എമൗണ്ട് വരും തന്നെയാണ് അവർ പറഞ്ഞേക്കണേ. വിനുവിൻ്റെ ഡിസ്കിൽ മുഴയും രൂപപ്പെട്ടിട്ടുണ്ട്. പഴയ പോലെ എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും പറ്റാത്തതിനാൽ തൻ്റെ ജോലിയും നഷ്ടമായി. കളരിമർമ്മ ചികിത്സകനായിരുന്നു വിനു. ഭാര്യ മിനിക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. ഇവർ 2 പേരും തനിച്ചാണ് വാടക വീട്ടിൽ താമസിക്കുന്നത്. വിനുവിനെ തനിച്ചാക്കി മറ്റെവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഭാര്യ മിനിക്ക്. ഇത്രയും കാലം നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് മരുന്നും മറ്റു ചികിത്സാ ചിലവുകളും നടത്തിയിരുന്നത്. ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി കഴിയുന്നതുപോലെ സുമനസുകൾ സഹായിക്കണമെന്ന് മിനി ആവശ്യപ്പെട്ടു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.